ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന അവസരത്തിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിന് ഈ വർഷം ആകെ 45,689 കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം അനുവാദം നൽകിയിരുന്നത്. ഇതിൽ 32,442 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാമെന്ന് സാമ്പത്തിക വർഷം ആദ്യം കേന്ദ്രം സമ്മതിച്ചിരുന്നതായാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. ബാക്കി 14,400 കോടി രൂപ നബാർഡ്, ദേശീയ സമ്പാദ്യ പദ്ധതി ഉൾപ്പെടെയുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് കടമെടുക്കേണ്ടത്. ഡിസംബർ വരെ പൊതുവിപണിയിൽ നിന്ന് 23,852 കോടി രൂപ കടമെടുത്തു. അതായത് അവസാന 3 മാസത്തേക്ക് 7,437 കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാനത്തിന് അർഹതയുണ്ടെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇത് കണക്ക് കൂട്ടിയാണ് 7,437 കോടി രൂപ കടമെടുക്കാനായി കേന്ദ്രത്തോട് അനുമതി തേടിയത്. പക്ഷേ 5,600 കോടി രൂപ കേന്ദ്രം വെട്ടി. കടമെടുക്കാൻ അനുവദിച്ചത് 1,838 കോടി രൂപ. അതിനാൽ സംസ്ഥാനത്തിന്റെ അവസാനപാദ പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്ത പ്രതിസന്ധി ഉണ്ടാകും. സെപ്റ്റംബർ മുതലുള്ള 4 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനുണ്ട്. വർഷാന്ത്യത്തിലുള്ള സർക്കാരിന്റെ മറ്റ് ചെലവുകൾ വേറെയും. കൂടുതൽ കടമെടുക്കാനായില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന അവസരത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.